കഥ മരുമകൾ. രചന ഗംഗാശലഭം. ഈ ചിരി കാണാതെ മങ്ങിയ മുഖവും കണ്ടുകൊണ്ട് അമ്മമ്മ എങ്ങനെ പോവാനാ? അമ്മമ്മ ചിരിച്ചു നിൽക്കുന്ന എന്നെ ഒന്നുകൂടെ ചേർത്ത് നിർത്തി. ഞാനും അമ്മമ്മയോട് ചേർന്ന് നിന്നു. ഇനി എന്നാ എനിക്കെൻ്റെ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുന്നേ? അമ്മമ്മയുടെ ചോദ്യത്തിന് എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അമ്മമ്മ എൻ്റെ മുഖം പിടിച്ച് കുനിച്ച് കവിളിലും നെറ്റിയിലും ഒക്കെ ഉമ്മ വച്ചതും ഞാൻ ആ തോളിലേക്ക് ചാഞ്ഞു. എനിക്കെന്തോ വല്ലാത്ത സങ്കടം വന്നു. എന്തേ ദൈവമേ, എനിക്ക് ഈ അമ്മമ്മയുടെ അടുത്ത് താമസിക്കാനുള്ള ഭാഗ്യം നീ തന്നില്ല. ഞാൻ പിന്നെയും ദൈവത്തോട് പരിഭവിച്ചു. അയ്യോ, കെട്ടിപ്പിടിക്കലും ഉമ്മം വയ്ക്കലും ഒക്കെ പിന്നീടാവാം. ഇന്നവളുടെ കല്യാണമാ, ഇവളത് ഓർത്തില്ലേലും അമ്മമ്മ ഓർക്കണ്ടേ? മീനു ഇടപെട്ടു. നിനക്ക് അസൂയായെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അമ്മമ്മ എന്നിലെ പിടിവിട്ടു. പിന്നെ കുറച്ചു മാറി നിന്ന് ഡ്രൈവർ മാമനെ കൈകാട്ടി വിളിച്ചു. പുള്ളിക്കാരൻ അത് കാത്തു നിന്നതുപോലെ കയ്യിലൊരു കവറുമായിട്ട് നടന്നു വന്നു. അമ്മമ്മ അത് വാങ്ങി എനിക്ക് നീട്ടി. ഞാനത് വാങ്ങാതെ അമ്മമ്മയെ നോക്കി. തുറന്നു നോക്ക്. അമ്മമ്മ അതെന്നെ നിർബന്ധിച്ചു പിടിപ്പിച്ചു. തുറക്കടി. മീനു എൻ്റെ തോളിൽ തട്ടി. മധുവും കൂടി തുറക്കാൻ പറഞ്ഞപ്പോൾ മടിച്ചു നിൽക്കാതെ ഞാനത് തുറന്നു. നിറയെ ചുവന്ന കല്ല് പതിപ്പിച്ചൊരു മാല. 8-10 പവൻ ഉണ്ടാവും. എൻ്റെ കണ്ണ് മിഴിഞ്ഞു. അതേ ഭാവത്തോടെ അമ്മമ്മയെ നോക്കുമ്പോൾ അവിടെ ചിരി. നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങി വെച്ചിരുന്നതാ. അവൾ ഇതിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. നീ ഇതിടുമ്പോഴും കാണാൻ എനിക്ക് പറ്റില്ല. എന്നാലും ഇത് നിന്നെ ഏൽപ്പിച്ചു എന്നോർത്ത് സമാധാനിക്കാലോ. നിനക്ക് അവകാശപ്പെട്ടതിൻ്റെ ഒരംശം പോലും ആവില്ലെന്നറിയാം. അമ്മമ്മയ്ക്കൊന്നും ചെയ്യാനൊക്കില്ല. മക്കളെ, അപ്പൂപ്പനെയും മാമന്മാരെയും നിനക്കറിയാലോ. വാശിയാ, അതും സ്വന്തം ചോരയോടെ. അമ്മമ്മ എൻ്റെ തലയിൽ തലോടി. ഇത് അപ്പൂപ്പൻ അറിഞ്ഞോ? എനിക്കതായിരുന്നു പേടി. അതൊന്നും അറിയില്ല. ഇനി അറിഞ്ഞാലും എന്താ? നിന്റെ അമ്മയുടെ കല്യാണം ഒഴികെ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിന്റെ അപ്പൂപ്പൻ ഇതിൻ്റെ പേരിൽ എന്നെ തല്ലിക്കൊന്നാലും എനിക്ക് ചാവാൻ പേടിയൊന്നുമില്ല. ഓ, ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഐറ്റംസ് എല്ലാം ഇങ്ങനെ തന്നെയല്ലേ? ഒരുമാതിരി സെൻറ്റി ഡയലോഗ്. മീനു അത് കേട്ട് മുഖം കൂട്ടി. സങ്കടത്തിൽ പറഞ്ഞു വന്ന അമ്മമ്മ അവളുടെ പറച്ചിൽ കേട്ട് മീനിൻ്റെ തലയ്ക്ക് കിഴുക്കി ചിരിച്ചു. അമ്മമ്മ പിന്നെ നിന്നില്ല. ഞങ്ങളോട് യാത്ര പറഞ്ഞു പോയതും മധു എൻ്റെ കയ്യിൽ നിന്നും കവർ വാങ്ങി ഭദ്രമായിട്ട് കാറിൽ കൊണ്ടുചെന്ന് വെച്ച് ലോക്ക് ചെയ്തു. ഞങ്ങളും പെട്ടെന്ന് തന്നെ തൊഴുതിറങ്ങി. കണ്ണ് നിറച്ച് ഉള്ളുരുക്കി തന്നെ ദേവിയോട് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയ്ക്ക് ഇനിയെങ്കിലും സന്തോഷം കൊടുക്കണേന്ന്. വീട്ടിലെത്തുമ്പോഴേക്കും വീഡിയോ ചേട്ടന്മാർ വന്നിരുന്നു. 2 പേരുണ്ട്. മധുവിൻ്റെ പരിചയക്കാരാണ്. അവരിവിടെ വീടും പരിസരവും ബന്ധുക്കൾക്കിടയിലെ സുന്ദരിമണികളെയും ഒക്കെ ക്യാമറയ്ക്കുള്ളിലാക്കുന്ന തിരക്കിലാണ്. ഞങ്ങളെ കണ്ടതും ഇതുവരെ എവിടെ പോയി കിടക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ച് അച്ചമ്മ തുടങ്ങി. ഞാനത് കാര്യമാക്കാതെ മുറ്റത്ത് നിന്ന് അമ്മയുടെ കയ്യെ പിടിച്ച് മുറിക്കകത്തേക്ക് കൊണ്ടുപോയി. അമ്മമ്മ തന്ന മാല കണ്ടതും അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അമ്മയ്ക്ക് വേണ്ടി വാങ്ങി വെച്ചിരുന്നതാണെന്നാ അമ്മമ്മ പറഞ്ഞത്. എന്തോ എനിക്ക് അമ്മയോട് പറയാൻ തോന്നിയില്ല. അത് പറഞ്ഞാൽ മിക്കവാറും ഇവിടെ കിടന്ന് കരഞ്ഞ് ബഹളം വയ്ക്കും. ചെറിയ കാര്യത്തിനെ കണ്ണ് നിറയ്ക്കുന്ന ഒരു സാധുവാണ് എൻ്റെ അമ്മ. വെറും പാവം. പക്ഷെ ആരും എൻ്റെ അമ്മയെപ്പോലെ ഇത്രയും പാവമാവാൻ പാടില്ലെന്നേ ഞാൻ പറയൂ. അപ്പോഴേക്കും അച്ചമ്മയും മുറിയിലോട്ട് വന്നു. ഇതെവിടുന്ന്? അന്തം വിട്ട് നോക്കുന്നുണ്ട്. അമ്മ ഉള്ള കാര്യം പറഞ്ഞു. പിന്നെ അതായി. അമ്മയുടെ സ്വത്തുക്കളെ പിടിച്ചു വയ്ക്കാതെ തന്നിരുന്നേൽ കല്യാണം ആർഭാടായിട്ട് നടത്തായിരുന്നു എന്നോ അത് കേസ് കൊടുത്തിട്ടാണേലും വാങ്ങിയെടുക്കേണ്ടതായിരുന്നു എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ പറയാൻ തുടങ്ങി. ഇതൊരു കല്യാണ വീടാണെന്ന് പോലും അവർക്കൊരു ചിന്തയില്ല. നിന്റെ കൊമ്പത്തെ അമ്പമ്മ ഇതാണോടി തന്നത്? എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചതും എനിക്ക് നല്ലോണം ദേഷ്യം വന്നു. ഇതേവരെ ഞാൻ എല്ലാം കേട്ട് നിന്നിട്ടുണ്ട്. ഇന്നെൻ്റെ കല്യാണമായിട്ട് ഇന്നും സ്വൈര്യം തരില്ലെന്ന് വെച്ചാ അതിന് അച്ഛമ്മ എനിക്കെന്താ തന്നത്? പിന്നെ ഇത് അമ്മമ്മ എനിക്ക് തന്ന സ്നേഹ സമ്മാനമാണ്. സ്നേഹമില്ലാത്തവരോട് പറഞ്ഞാൽ അതിൻ്റെ മൂല്യം മനസ്സിലാവില്ല. പലപ്പോഴും ഇതുപോലെ പറയാൻ വരുന്നതൊക്കെ വിഴുങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അതിന് കേൾക്കുന്നത് എൻ്റെ അമ്മയാകും. വളർത്തുദോഷമാണെന്ന് പറഞ്ഞു കളയും. പക്ഷെ ഇന്ന് എന്തോ അറിയാതെ പറഞ്ഞു പോയതാണ്. അവരിൽ നിന്ന് ഉറഞ്ഞു തുള്ളി. വളർത്തി വച്ചേക്കുന്ന തള്ളെ പറഞ്ഞാൽ മതി എന്നൊക്കെ പുലമ്പിക്കൊണ്ട് ഇറങ്ങിപ്പോയി. വേണ്ടായിരുന്നു ദേവു. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് അമ്മ സങ്കടപ്പെട്ടു. വേണമെന്ന് വെച്ചിട്ടല്ലമ്മേ, പറഞ്ഞു പോയതാ. ഇതിൻ്റെ പേരിൽ ഇനി 2 ദിവസം അമ്മയ്ക്ക് സ്വൈര്യം തരില്ല അവർ. അതൊന്നും അപ്പോൾ നീ ഓർക്കണ്ട. എനിക്കതല്ല, അവർ നിന്നെ പ്രാകും. ഗുളിക നിൽക്കണ സമയത്ത് ഓരോന്നൊക്കെ പറഞ്ഞ് പ്രാഗിയ ചിലപ്പോൾ ഫലിച്ചാലുമായി. അമ്മ വിഷമത്തോടെ പറഞ്ഞു. എൻ്റെ അമ്മ വിശ്വാസമാകാം.
ഇതേപോലെ അന്ധവിശ്വാസം പാടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു തുടങ്ങിയതും ബ്യൂട്ടീഷ്യൻ ചേച്ചിയും കൊണ്ട് മീനു മുറിയിൽ കയറി വന്നു. മീനുവിൻ്റെ ഏതോ കൂട്ടുകാരിയുടെ ചേച്ചിയാണ്. അതുകൊണ്ട് വൻപിച്ച റിഡക്ഷൻ ഉണ്ട് എനിക്ക്. അവരുടെ ഒറിജിനൽ റേറ്റ് കേട്ടിരുന്നേ അച്ഛൻ അവരെ കണ്ടം വഴി ഓടിച്ചേനെ. എനിക്ക് ഈ വക ആൾക്കാരെ ഒന്നും പരിചയമില്ല. കല്യാണത്തിന് വേണ്ടി ആദ്യമായിട്ടാ പുരികം ത്രെഡ് ചെയ്യുന്നത് പോലും. ബസ് ഫെയർ പോലും നുള്ളിപ്പെറുക്കി തരുന്ന അച്ഛൻ ഇതിനൊക്കെ എവിടുന്ന് കാശ് തരാനാ? ആശിച്ചാലും നടക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് ആശിക്കാറേ ഉണ്ടായിരുന്നില്ല. മുഹൂർത്തം ഉച്ചയ്ക്ക് 1:30-ക്കും 2-നും ഇടയിലാണ്. അതുകൊണ്ട് എല്ലാത്തിനും സമയമുണ്ട്. ബ്യൂട്ടീഷ്യൻ ചേച്ചിയുടെ ഒരുക്കൽ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ക്യാമറ ചേട്ടന്മാർ ഇടിച്ചു കയറി. മൊബൈൽ ക്യാമറ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പോലും ജാള്യതയുള്ള ഞാനാണ്. അവർ എന്നെ കൊണ്ട് കാണിപ്പിക്കാൻ കോപ്രായങ്ങളൊന്നും ഇനി ബാക്കിയില്ല. ഇപ്പം ഇതാണെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്താകും? അമ്മ എൻ്റെ ഒരുക്കത്തിനിടയിൽ ഒരു പ്ലേറ്റിൽ 2-3 ഇഡലിയുമായിട്ട് വന്ന് മുറിച്ചെൻ്റെ വായിൽ വെച്ച് തന്നിരുന്നു. സത്യം പറയട്ടെ, അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വായ പോലും കഴുകിയില്ല. നേരം കിട്ടിയില്ലെന്ന് പറയുന്നതാവും ശരി. എല്ലാത്തിനും സമയമുണ്ടെന്ന് കരുതിയെടുത്ത് നിന്ന് ഒന്നിനും സമയം തികയുന്നില്ല എന്ന അവസ്ഥയിലേക്കെത്തി. കല്യാണ മണ്ഡപത്തിൽ എത്തിയപ്പോൾ ഏതാണ്ട് 12 മണിയായിട്ടുണ്ടാവും. ബ്രൈഡിന് വേണ്ടി ഒരുക്കിയിരുന്ന റൂമിലേക്ക് പോയിരുന്നു. ഒരുക്കമൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് അലങ്കാരപ്പണിയൊന്നും ഇനി ബാക്കിയില്ല. എനിക്ക് ആ മുറിയിൽ കയറിയപ്പോൾ തൊട്ട് കാലും കൈയും വരയ്ക്കാൻ തുടങ്ങി. മീനു കൂടെ നിന്ന് കളിയാക്കാനും. ഇവൾക്ക് പണ്ടേ സമാധാനിപ്പിക്കാൻ അറിയില്ല. അതിനൊക്കെ മധുവാണ് മിടുക്കൻ. വളരെ കുറച്ച് സംസാരമുള്ളെങ്കിലും ആ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റിക്കളയും ചെക്കൻ. അപ്പോഴേക്കും അമ്മ വന്ന പയ്യനും കൂട്ടിനും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മീനുവിനോട് എൻ്റെ അടുത്ത് തന്നെ നിൽക്കണേന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് മാമിയും വിളിച്ചിട്ട് അമ്മ പോയി. പിറക് റൂമിൽ നിന്നിരുന്ന അച്ഛൻ്റെ ബന്ധത്തിൽപ്പെട്ട 2-3 മാമിമാരും ഇറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞത് 3-4 പേര് മുറിയിലേക്ക് വന്നു. മുന്നിൽ വരുന്നത് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ അമ്മയാണെന്ന് കണ്ടതും ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. അന്ന് പെണ്ണുങ്ങൾ വന്നപ്പോൾ കണ്ടതുപോലെയല്ല, നന്നായി ഒരുങ്ങിയിട്ടുണ്ട്. ചില്ലി റെഡ് കളറിൽ വീതി കസവുള്ള ഒരു പട്ടുസാരിയാണ് ഉടുത്തിരിക്കുന്നത്. കൂടെയുള്ളവരും മോശമല്ല, പത്രാസുകാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. അമ്മായി എൻ്റെ അടുത്ത് വന്ന് എന്തൊക്കെയോ ചോദിച്ചു. നിറഞ്ഞ ചിരിയോടെയാണ് സംസാരം. പക്ഷെ ഒപ്പം വന്നവരുടെ കണ്ണിൻ്റെ ആഭരണങ്ങളിലാണ്. എന്നെ നോക്കിയിട്ട് അവർ പരസ്പരം നോക്കുന്നുമുണ്ട്. അമ്മമ്മ തന്ന മാല ഉൾപ്പെടെ 10-35 പവനുണ്ടാകും. എൻ്റെ ദേഹത്തുള്ളിലും കൂടുതൽ കാണും അവരുടെയൊക്കെ ശരീരത്തിൽ. എല്ലാവരും അമ്മായിയോളം പ്രായം വരുന്നവരാണ്. അവരുടെയൊക്കെ നോട്ടം കണ്ടപ്പോൾ എനിക്കെന്തോ വല്ലാത്ത ജാള്യത തോന്നി. ഈ വൈകിയ വേളയിൽ ഈ കല്യാണമേ വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ. അതിനിടയിൽ അവരുടെ വീഡിയോഗ്രാഫേഴ്സ് വന്നു. അമ്മായിയെയും എന്നെയും ചേർത്ത് കുറേ സ്റ്റിൽസും വീഡിയോയും ഒക്കെ എടുത്തു. ഇടയ്ക്ക് ആരും പറയാതെ തന്നെ അമ്മായി എന്നെ ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ തന്നു. ഫോട്ടോഗ്രാഫേഴ്സ് കിട്ടിയ അവസരം പാഴാക്കാതെ അതും ക്യാമറയ്ക്കുള്ളിലാക്കി. അമ്മായിയല്ല, അമ്മ. ഇനി മുതൽ അങ്ങനെയല്ലേ വിളിക്കേണ്ടത്? അമ്മ നല്ല സ്നേഹത്തിലാണ് എന്നോട് പെരുമാറിയതൊക്കെ. എനിക്ക് നേരിയ ആശ്വാസം തോന്നി. ഈ കാണിക്കുന്നതൊക്കെ സത്യമായിരുന്നെങ്കിൽ, എനിക്കിവരെ എൻ്റെ അമ്മയെപ്പോലെ സ്നേഹിക്കാൻ കഴിഞ്ഞെങ്കിൽ. ഞാൻ ആത്മാർത്ഥമായിട്ട് ആശിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആരൊക്കെയോ വന്ന് മുഹൂർത്തമായെന്നും പറഞ്ഞ് എന്നെ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോയി. അമ്മയുടെയും അച്ഛൻ്റെയും അച്ഛമ്മയുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി. അമ്മ കണ്ണ് നിറച്ചെന്നെ അനുഗ്രഹിച്ചു. അച്ഛനും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. എന്തൊക്കെ പറഞ്ഞാലും ഒറ്റ മോളല്ലേ ഞാൻ. അതോ ഇനി ആൾക്കാരെ കാണിക്കാനോ? മണ്ഡപത്തിലേക്ക് കയറുന്നതിനിടയ്ക്ക് ആളിനെ ഞാനൊന്ന് പാളി നോക്കി. എൻ്റെ ഭർത്താവാകാൻ പോകുന്ന മനുഷ്യനെ, ഹരിശങ്കറിനെ. എന്നെ നോക്കിയിരിക്കുന്നു. ഒരു ചെറു ചിരിയുണ്ട് ആ മുഖത്ത്. ആകെ ഒരു പരവേശം. വെള്ളം കുടിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ അതുപോലൊക്കെ ചെയ്തു. ഒടുവിൽ സദസ്സിൽ നോക്കി തൊഴുതിട്ട് ഹരിയേട്ടനടുത്തേക്ക് ഇരിക്കാൻ പറഞ്ഞതും എൻ്റെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. ഹരിയേട്ടാന്ന് വിളിക്കാമോ? ഇഷ്ടമാകുമോ? അറിയില്ല. അങ്ങനെ വിളിക്കാനാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ എന്ത് വിളിക്കും? താലി കെട്ട് കഴിഞ്ഞ് ഹാരവുമിട്ട് പുടവയും കൈമാറിക്കഴിഞ്ഞ് അച്ഛൻ എൻ്റെ കൈ പിടിച്ച് ആളുടെ കയ്യിലേക്ക് ചേർത്ത് വെച്ചു. ഞാൻ അന്നേരം അച്ഛൻ്റെ മുഖത്തേക്കാണ് നോക്കിയത്. വലിയൊരു ബാധ്യത ഒഴിച്ചുവിടുന്നതിൻ്റെ സന്തോഷമേ എനിക്കവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ. എൻ്റെ കൂട്ടുകാരി ഗായത്രിയെ കൈപിടിച്ച് കൊടുക്കുമ്പോൾ അവളുടെ അച്ഛൻ കരഞ്ഞു. എന്നിട്ടൊന്ന് ചിരിച്ചു. ആ ചിരി എൻ്റെ മനസ്സിൽ നിറഞ്ഞു. താലിയുമായി ആളിൻ്റെ കൈ എൻ്റെ കഴുത്തിലേക്ക് നീണ്ടതും തൊഴുകൈയുമായി ഞാൻ കണ്ണടച്ചിരുന്നു. ചുറ്റിനും ചിരിയലകൾ ഉയർന്നപ്പോഴാണ് താലി കെട്ടാൻ നേരം ആളെന്തോ അബദ്ധം കാണിച്ചെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ. എന്നേക്കാൾ ടെൻഷൻ അവിടെയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അറിയാതെ ഒരു ചിരി എന്നിലും മിന്നി.
ഞാനൊരു ദീർഘശ്വാസം എടുത്തു വിട്ടു. കല്യാണം കഴിഞ്ഞതും ഫോട്ടോഗ്രാഫേഴ്സ് വളഞ്ഞു. പിന്നീട് നിന്ന് തിരിയാൻ നേരം കിട്ടിയില്ല. ആരൊക്കെയോ വന്ന് സംസാരിച്ചു. കൂട്ടത്തിൽ ഹരിയേട്ടൻ്റെ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഏതോ ടീച്ചർ എന്നെ നോക്കി ഹരിയേട്ടനോട് സുന്ദരിയാ കേട്ടോ എന്ന കമന്റ് പറഞ്ഞു. അത് കേട്ട് മുഖം അറിയാതെ ചുവന്നു. ആളും എന്നെ നോക്കുന്നത് കണ്ടു. ഞാൻ പിന്നെ ആ ഭാഗത്തേക്കേ നോക്കാൻ പോയില്ല. ഹരിയേട്ടൻ്റെ സ്റ്റുഡൻസ് ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഒരു മേളായിരുന്നു. പാട്ടും കൂത്തും ആകെ ബഹളം. ആളും കുട്ടികളും തമ്മിലുള്ള ഇടപെടൽ കണ്ടപ്പോഴേ കുട്ടികളോട് ഫ്രീ ആയിട്ട് ഇടപഴകുന്ന ഒരു അധ്യാപകനാണെന്ന് തോന്നി. അല്ല, എന്നോടും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എൻ്റെ മുഖത്തെ തെളിച്ചക്കുറവ് കണ്ടിട്ടാണ് ആർ യു ഓക്കെ എന്ന് എത്ര വട്ടം ചോദിച്ചെന്നോ. അപ്പോഴൊക്കെ ഞാൻ ചിരിച്ചിട്ട് തലയാട്ടും. ഒരു മിനിറ്റ് ആകും മുന്നേ ചിരിമങ്ങി വീണ്ടും എൻ്റെ മുഖത്ത് ടെൻഷൻ നിറയും. ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ കൃത്രിമ ചിരിച്ച് എൻ്റെ കവളൊക്കെ വേദനിച്ചു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ മാത്രമുള്ള ഫോട്ടോസ് എടുക്കണമെന്ന് പറഞ്ഞ് ഫോട്ടോഗ്രാഫേഴ്സ് എങ്ങോട്ടോ വിളിച്ചുകൊണ്ട് പോയി. അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. എനിക്കും ടെൻഷൻ, ആളിനും ടെൻഷൻ. രണ്ട് ടെൻഷനും കൂടി ചേർന്നപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിന് പണിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചേർന്ന് നിൽക്ക് എന്ന് പറഞ്ഞ് അവർക്ക് നാവ് കഴിച്ചപ്പോൾ അവർ തന്നെ വന്ന് ഞങ്ങളെ ചേർത്ത് പിടിച്ച് നിർത്തി. എൻ്റെ വിറയലും ടെൻഷനും കൂടിയെങ്കിലും കുട്ടിയേക്കാൾ കഷ്ടമാണ് ചേട്ടൻ്റെ കാര്യമെന്ന വീഡിയോ ചേട്ടൻ്റെ ഒറ്റ ഡയലോഗിൽ എൻ്റെ പരിഭ്രമം ചിരിക്ക് വഴിമാറി. അപ്പോഴാണ് ഊണ് കഴിക്കാൻ വിളിക്കുന്നത്. ഫോട്ടോഗ്രാഫേഴ്സ് വിടുവോ? അവർ 5 മിനിറ്റ് എന്ന് പറഞ്ഞ് ഏതാണ്ട് അരമണിക്കൂർ കൂടി തള്ളി നീക്കി. ടെൻഷൻ കയറിയിട്ടാവും, എനിക്ക് വിശപ്പൊന്നും തോന്നിയതേയില്ല. അവസാനം അമ്മായി ടെററായി. നേരം എത്ര ആയെന്നറിയോ? പിള്ളേർ എപ്പോൾ കഴിച്ചതാണെന്നോ? ആ കൊച്ചിൻ്റെ മുഖം കണ്ടോ? ആകെ വാടി തളർന്ന്. നിനക്കൊക്കെ ബോധമുണ്ടോ? മതി ഫോട്ടോയും കുന്തവും ഒക്കെ. നിങ്ങൾ വാ പിള്ളേരെ. ഫോട്ടോഗ്രാഫർക്ക് നല്ലത് കൊടുത്തിട്ട് അമ്മായി വന്നെൻ്റെ കൈ പിടിച്ചു. ഞാൻ അന്തം വിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇതുപോലെ റൈസായി സംസാരിക്കണമെങ്കിൽ ഇവർ വീട്ടിലെങ്ങനെയായിരിക്കും? ഞാൻ ആളിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഇതൊക്കെ എന്തെന്ന ഭാവത്തിൽ നിൽക്കുകയാണ്. കേട്ട് തഴമ്പിച്ചതാണെന്ന് തോന്നുന്നു. അമ്മയുടെ വഴക്ക് കേട്ട് പേടിച്ചിട്ടാണോ എന്തോ അവരപ്പോൾ തന്നെ കഴിക്കാൻ പോയിക്കോളാൻ പറഞ്ഞു. കഴിക്കാനിരുന്നപ്പോൾ സമയം 3 മണി ആയിട്ടുണ്ടാവും. എൻ്റെ അമ്മയും അതുവരെ കഴിക്കാതെ കാത്തു നിന്നിരുന്നു. മീനുവും മധുവും മാമയും മാമനും പിന്നെ വേറെ കുറച്ച് പേര് മാത്രമേ ഞങ്ങളുടെ ഒപ്പം ഊണ് കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയും അച്ഛമ്മയും ഹരിയേട്ടൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നേരത്തെ കഴിച്ചു കഴിഞ്ഞെന്ന് തോന്നുന്നു. നേരെ എത്രയായില്ലേ? അതാകും. അമ്മ എൻ്റെ അടുത്താണ് ഇരുന്നത്. ഞങ്ങൾ കഴിച്ച് കഴിയുന്നവരെ ആളിൻ്റെ അമ്മ ഞങ്ങളുടെ ഒപ്പം തന്നെ നിന്നു. അമ്മയോടും എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു. ഇപ്പോൾ എന്തായാലും തീരെ തലക്കനമുണ്ടായിരുന്നില്ല. ഇവരേതാണ്ട് അന്യനിലെ വിക്രമിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. മിനിറ്റിന് ഭാവം മാറുന്നു. ഇവരുടെ തനി സ്വഭാവം തീരെ പിടികിട്ടുന്നില്ല എനിക്ക്. 4:30-ക്കാണ് ഹരിയേട്ടൻ്റെ വീട്ടിൽ കയറാനുള്ള സമയം. ഇപ്പോഴേ മണി 3:30-ആയി. ഇനി 2 സാരി മാറാനില്ലേ? ഒന്നിന് സമയം തികയില്ലെന്ന് പറഞ്ഞ ആളിൻ്റെ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചു. ഞാൻ അവരുടെ ഒപ്പം പോകാൻ നേരം മീനുവിൻ്റെ കയ്യും കൂടി പിടിച്ചു. എനിക്കൊരു കൂട്ടിന്. ആ കുട്ടിയെ വിട്ടേക്ക് മോളെ. ഇനിയിപ്പോൾ മോള് ഞങ്ങളുടെ ആളായില്ലേ? ഇനി ഞങ്ങളുടെ കൂടെ ഉള്ളവരാ സാരിയൊക്കെ മാറി തരേണ്ടത്. ഞാൻ അവർ പറഞ്ഞത് കേട്ട് ഒരു നിമിഷം അമ്പരന്ന് നിന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മീനു ഒപ്പം വന്നാൽ എന്താണ്? അവൾ സാരി മാറാൻ സഹായിക്കാതിരുന്നാൽ പോരെ? എനിക്കെന്തോ നല്ല വിഷമം തോന്നി. ഞാൻ തിരിഞ്ഞ് മീനുവിനെ നോക്കി. അവൾ പല്ല് കടിച്ച് നിൽക്കുന്നുണ്ട്. ഞാൻ അവളെ നോക്കി ഒന്നും പറയലേന്ന് കണ്ണു ചുരുക്കി. ഫോട്ടോഗ്രാഫേഴ്സിനോട് അവർ ചൂടായത് ഓർമ്മ വന്നെനിക്ക്. മീനു വല്ലതും പറഞ്ഞു പോയാൽ അവരതൊരു പ്രശ്നമാക്കിയാലോ? മീനുവിൻ്റെ സ്വഭാവം വെച്ച് അവളും വിട്ടുകൊടുക്കില്ല. എൻ്റെ അവസ്ഥ മനസ്സിലായതുകൊണ്ടാവും മീനു എൻ്റെ കവിളിൽ തട്ടി പോട്ടേടിയെന്നും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. പോകുന്ന പോക്കിൽ അമ്മായി ഒന്ന് തറപ്പിച്ച് നോക്കാനും അവൾ മറന്നില്ല. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.